അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷം, സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും റാഹത്തായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പം കൂട്ടുകാരെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അച്ചാറിടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. എന്താണെന്ന് വെച്ചാൽ മാങ്ങഞ്ചിയും കൂടെയാണ് ഇടുന്നത്. അത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങാണ്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞാൻ ഇഞ്ചി മാങ്ങയൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും തൊലിച്ചെടുത്തിന്. വെളുത്തുള്ളി ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സിയിലിട്ട് കണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇടണം, കാരണം നല്ല എരിവുള്ള മുളകാണ്. പിന്നെ നമുക്ക് ഒരുപാട് എരിവും കാര്യം വേണ്ടാത്തതുകൊണ്ട് ഒരു മുളക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ കറിവേപ്പിലയും എടുത്ത് വെച്ചിക്കണം. അങ്ങനെ ഒരു ചട്ടി ഗ്യാസുമ്മ വെച്ച് കൊടുത്തിക്കണം. അതിൽ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂണ് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കണം. അത് ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് ഞാൻ അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാർ പൊടി ഞാൻ 3-4 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. കാരണം മുളക് പൊടിയും ഇങ്ങനത്തെ പൊടികളൊന്നും ഞാൻ ഇടുന്നില്ല. കുറച്ച് കായും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര അച്ചാർ പൊടി ഇടുന്നത്. പിന്നെ അച്ചാർ പൊടി അത്യാവശ്യം എരിവും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടും തന്നെയാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഈ അച്ചാറും പൊടി നല്ലപോലെ ഒന്ന് ഇളക്കി കളറ് പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഇതേപോലെ ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. വേവിക്കണതിൻ്റെ കാരണം തന്നെ നമ്മളെ മക്കൾ നമുക്ക് ഭരണിയിലാക്കി വെച്ചാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് അച്ചാറ് കൂട്ടലോടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാങ്ങ ഒന്ന് ആവി കയറ്റണത്. പിന്നെ ഇഞ്ചി തന്നെ അതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് കുക്കറിലിട്ടുങ്ങാണ്ട് 2-3 വിസിലടുപ്പിച്ചിരുന്നു. അപ്പോൾ കാരണം ഇഞ്ചി തന്നെ കടി ഉണ്ടാവില്ല, അപ്പോൾ കടി ഇല്ലാതൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് വേവിക്കണത്. പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്. നമുക്ക് പെട്ടെന്ന് പിന്നെ അച്ചാറിൽ തന്നെ മിക്സായി കിട്ടും ചെയ്യും. 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ ഇഞ്ചി വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ടാണ് വേവിച്ചെടുത്തത്. അങ്ങനെ ഈ പച്ചമണം മാറുന്നത് വരെ ഞാൻ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് മാങ്ങ കുറച്ച് ആവി കയറിയതിന് ശേഷമാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് രണ്ടും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സാധനം കൂടെ മറന്നതാണ്, കായംപൊടി കുറച്ച് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടി ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇടാം. ഞാൻ കുറച്ച് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതാ കൂട്ടുകാരി നമ്മൾ അച്ചാറിവിടെ റെഡിയായി കിട്ടി, അടിപൊളിയാക്കണ്. ചൂടാറിയതിന് ശേഷം ഞാൻ അതാ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് ഇളക്കിൻ്റെ ശേഷം ഒരു ബോട്ടിലാക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.